ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ വോയിസ് മെസ്സേജിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വാട്സപ്പ് ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ വോയിസ് മെസ്സേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇത്തരത്തിൽ ടെക് റിലേറ്റഡ് ആയ ഒരുപാട് നല്ല വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ പുതിയ അപ്ഡേറ്റ് എന്ന് നോക്കാം. ഈ ഒരു അപ്ഡേറ്റ് എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഇവിടെ വാട്സപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ വോയിസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ വോയിസ് മെസ്സേജ് എല്ലാം അയക്കുക. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ മൈക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഇത് അയക്കുന്നത്. ഇപ്രകാരം ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് റെക്കോർഡാകുന്നത് കാണാം. എന്നാൽ നിങ്ങൾക്ക് ഇപ്രകാരം ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇത് മുകളിലേക്ക് ഇപ്രകാരം സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ഇവിടെ റെക്കോർഡാകുന്നുണ്ട്. നമുക്ക് ഇപ്രകാരം ഇത് പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഇതുമാത്രമല്ല, ഇപ്പോൾ ഈ വോയിസ് മെസ്സേജിൽ വന്നിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനടുത്തായി 1 എന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇപ്രകാരം ഇവിടെ വന്നിരിക്കുന്ന ഈ 1 എന്നതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വോയിസ് മെസ്സേജ് ഈ ഒരു കോണ്ടാക്ട്സിലേക്ക് അയക്കുകയാണ്. ഇപ്രകാരം നമുക്കിത് സെൻഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 എന്ന് വന്നതിന് ശേഷം വോയിസ് മെസ്സേജ് സെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്കാണ് ഇപ്പോൾ ഇത് അയച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റേ നമ്പറിൽ ഇത് എപ്രകാരമാണ് വരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ വോയിസ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വോയിസ് മെസ്സേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഈ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് ഒരിക്കൽ മാത്രമാണ് കേൾക്കാൻ സാധിക്കുക. അതായത് ഈ ഒരു മെസ്സേജ് നമ്മൾ ഒരു തവണ കേട്ടാൽ പിന്നീട് നമുക്ക് ഇത് വീണ്ടും കേൾക്കാൻ സാധിക്കില്ല. അതിനാലാണ് ഇപ്രകാരം നമ്മൾ 1 എന്ന് പ്രസ് ചെയ്ത് നമ്മൾ വോയിസ് മെസ്സേജ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഫീച്ചർ നമ്മൾ പിക്ചർ അയക്കുന്നതിൽ അതുപോലെ വീഡിയോസ് എല്ലാം അയക്കുന്നതിൽ ഇതിലെല്ലാം തന്നെ നേരത്തെ വാട്സപ്പ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വോയിസ് മെസ്സേജ് അയക്കുന്നതിൽ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ പുതുതായാണ് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്രകാരം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് എ വ്യൂ വൺസ് മെസ്സേജ് സോ ഇറ്റ്സ് മോർ പ്രൈവറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ തവണ മാത്രമാണ് ഇത് കേൾക്കാൻ സാധിക്കൂ എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം ദി ചാറ്റ് ആഫ്റ്റർ യു ക്ലോസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്താൽ ഇത് നമ്മുടെ ചാറ്റിൽ നിന്നും ഡിസപ്പിയർ ആകുമെന്നും കാണിക്കുന്നുണ്ട്. യു കനോട്ട് ഷെയർ ഫോർവേഡ് കോപ്പി സേവ് ഓർ ടേക്ക് സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് എന്നും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇത് ഷെയർ ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ സേവ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു വോയിസ് മെസ്സേജ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വോയിസ് മെസ്സേജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇത് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അതിനാൽ തന്നെ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ, അതായത് നമ്മുടെ വോയിസ് മെസ്സേജ് നമ്മൾ അയക്കുന്ന ആൾക്ക് ഒരു തവണ മാത്രം എല്ലാം കേട്ടാൽ മതിയെങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് 1 എന്നത് പ്രസ് ചെയ്ത് വോയിസ് മെസ്സേജ് എല്ലാം സെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് ഇപ്രകാരം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊന്നും സാധിക്കില്ല എങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു മൊബൈലെല്ലാം ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓപ്പൺ ചെയ്ത് അതിൽ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വോയിസ് മെസ്സേജ് എല്ലാം റെക്കോർഡ് ചെയ്ത് അവർക്ക് ഇത് തെളിവിനായി പിന്നീട് സൂക്ഷിച്ചു വെക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു ഡ്രോബാക്ക് എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇവിടെ വാട്സപ്പിൽ ഈ ഒരു മെസ്സേജ് വീണ്ടും പ്ലേ ചെയ്യാൻ സാധിക്കില്ല. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്